അസ്സലാമു അലൈക്കും. സുഹ്റ മോളെ, ഇജ് വന്ന് ഉണ്ടാക്കി നിസ്കരിച്ച് ഓൻ്റെ അടുത്തേക്ക് ചെല്ല്. എൻ്റെ കുട്ടിൻ്റെ ജീവിതം നല്ലതാവാൻ ഇമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉമ്മ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് സുഹ്റയ്ക്ക് ഷാജഹാൻ്റെ കാര്യം ഓർമ്മ വന്നത്. തൻ്റെ കല്യാണം കഴിഞ്ഞുള്ള കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ഇത്തരം സമയത്ത് സ്വപ്നങ്ങൾക്കിടയിൽ സുഹ്റ തൻ്റെ നിക്കാഹ് കഴിഞ്ഞു പോയ കാര്യം തന്നെ മറന്നു പോയിരുന്നു. അടുക്കളയിൽ ബഹളമാണ്. രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കലും പുതിയാപ്പളിനെ സൽക്കരിക്കാനുള്ള വിഭവങ്ങൾ തയ്യാറാക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ അസീനയുടെ കൂടെ പോയവർ അവിടെയുള്ള വിശേഷങ്ങൾ പറയുന്നുണ്ട്. അമീറിൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്നും എല്ലാവരുടെ മുഖത്തുള്ള ചിരിയും സന്തോഷവും കണ്ടാൽ തന്നെ അറിയാം. ഇനിയും വളരെ അടുത്തുള്ള 2-3 ബന്ധുക്കൾ മാത്രമേ പോകാനുള്ളൂ. രാത്രിയിൽ ഉള്ള സൽക്കാരം കൂടി കഴിയാൻ കാത്തു നിൽക്കുന്നതാണ്. ആ സംസാരങ്ങളുടെ ഇടയിലേക്കാണ് സുഹ്റ ചെന്നത്. അടുക്കളയിലുള്ള ആളുകൾ കണ്ടതും അവൾ മുഖത്തൊരു ചിരി വരുത്തി. അല്ല സുഹ്റ, കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഇവിടെ നിൽക്കാനാണല്ലോ യോഗം. പുതിയാപ്പളുടെ പുരയിൽ പോയി പാർക്കാനുമാണ് ഒരു ഭാഗ്യമൊക്കെ. തോന്നിയെപ്പോലെ പറയിപ്പിച്ച് നടന്നാലെന്നേ ആ ഭാഗ്യം കിട്ടൂല. പുറനാട് വിട്ട് പോയാലേ കുട്ടികൾ നശിച്ചു പോവും. ആ വിധി. ഇതിപ്പോൾ ഷാജഹാനെ കിട്ടിയതെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടാവും. ഓൾക്കിജ് മാത്രമല്ലല്ലോ കുട്ടികൾ. ഇതിപ്പോൾ ഒന്നല്ല പടി ഇറങ്ങിപ്പോയത്, ഇനി ഒന്നുകൂടി ഉണ്ട്. ഒരു ചെറുക്കനും വളർന്നു. 4-5 കൊല്ലം കഴിഞ്ഞാൽ ഓനും പെണ്ണ് കെട്ടണ്ടേ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ഇങ്ങനൊരു ബന്ധം കിട്ടിയത് തന്നെ ഭാഗ്യം. അത് പറഞ്ഞുകൊണ്ടവർ വീണ്ടും വേറെ സംസാരത്തിലേക്ക് കടന്നു. പക്ഷേ സുഹ്റയുടെ ഉള്ളിൽ വീണ്ടും അതൊരു കണലായി തന്നെ നിന്നു. ആരും അവരെ എതിർത്ത് പറഞ്ഞില്ല, ഉമ്മ പോലും. ഞാൻ അനുഭവിച്ചതെല്ലാം തൻ്റെ മാത്രം അനുഭവങ്ങളാണ്, തൻ്റെ മാത്രം. ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ സ്നേഹത്തോടെ ഷാജഹാൻ്റെ മുമ്പിൽ ഭക്ഷണം നിരത്തിവെച്ചു. നിർബന്ധം പറഞ്ഞ സുഹ്റയെയും ഉപ്പ അവിടെ ഇരുത്തി. 2-3 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന മേശയിൽ സുഹ്റയും ഷാജഹാനും ഉപ്പയും ഇരുന്നു. ഒരിക്കൽ പോലും ഈ വീട്ടിൽ ഇത്രയും സമ്പുഷ്ടമായ ആഹാരം ഉണ്ടാക്കിയിട്ടില്ല എന്നോർത്തു സുഹ്റ. ഇതിനെല്ലാം പൈസ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നായിരുന്നു സുഹ്റയുടെ ചിന്ത. എത്ര ദിവസം അയാൾ ഇവിടെ ഉണ്ടാവും? അന്നെല്ലാം ഭക്ഷണം വേണമല്ലോ. അങ്ങനെ കഴിക്കാൻ ഇരിക്കുമ്പോഴും സുഹ്റയുടെ ഉള്ളം ചിലവുകൾ ആലോചിച്ചു കൊണ്ടാണ് ഇരുന്നത്. പരിസരം പോലും മറന്ന് ആഹാരം കഴിക്കുന്ന ഷാജഹാനെ സുഹ്റ ഒരു തവണ നോക്കി. ഉപ്പ ഇട്ടുകൊടുക്കുന്ന ആഹാരം മുഴുവനും ബാക്കിയാക്കാതെ കഴിക്കുന്നുണ്ട്. സുഹ്റക്ക് കഴിച്ചിട്ടാണെങ്കിൽ ഇറങ്ങിയതുമില്ല. എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി അയാളുടേത് കഴിയുന്നത് വരെ അവിടെ ഇരുന്നു. രാത്രി ഏറെ വൈകുന്തോറും സുഹ്റക്ക് വല്ലാത്തൊരു പരിവേഷം വന്ന് നിറയാൻ തുടങ്ങി. പക്ഷേ എത്ര ഒഴിഞ്ഞു മാറിയാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ മതിയാകൂ. ഒരു ഭയത്തോടു കൂടി സുഹ്റ അവളുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. ഷാജഹാൻ കല്യാണം പ്രമാണിച്ച് വാങ്ങിയ കിടക്കയിൽ മലർന്നു കിടക്കുന്നുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. സുഹ്റയെ കണ്ടതും അയാളൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു. സുഹ്റ തലയും താഴ്ത്തി നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എത്ര സമയമായി കാത്തിരിക്കുന്നത്? നിക്കാഹ് കഴിഞ്ഞ മുതൽ ഞാൻ നോക്കിയിരിക്കുന്നതാണ് ഈ സുന്ദരി പെണ്ണിനെ ഒന്ന് അടുത്ത് കിട്ടാൻ. ഓ എൻ്റെ പെണ്ണേ, എന്തൊരു ചൊറുക്കാൻ എന്നെ കാണാനേ. ഞാനൊരു ആണല്ലേ, ക്ഷമക്കൊരു പരിധി ഉണ്ട് ട്ടാ. ഇങ്ങോട്ട് നോക്ക്. എന്നെ കണ്ടത് മുതൽ നനഞ്ഞിരിക്കുന്നതാ. അയാൾ ബലമായി പിടിച്ച് സുഹ്റയുടെ മുഖം താഴ്ത്തി കാണിച്ചു കൊടുത്തു. ഛേ! സുഹ്റ അറച്ചുകൊണ്ട് മുഖം തിരിച്ചു. വികാര തീവ്രതയിൽ നിൽക്കുന്ന ഷാജഹാന് സുഹ്റയുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ മുഖം കടുത്തുപോയി. ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നതും പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ ഷാജഹാൻ ശാന്തനായി. സുഹ്റയെ അവിടെ നിർത്തി അയാൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് എന്തൊക്കെയോ പുറത്തെടുത്തു. സുഹ്റ നെറ്റി ചൊളിച്ചുകൊണ്ട് അയാളുടെ പ്രവൃത്തികൾ നോക്കി നിന്നു. ഒരു കുപ്പിയിൽ എണ്ണയാണെന്ന് തോന്നുന്നു. ഒരു വലിയ കവറിൽ കശുവണ്ടി, ബദാം, ഒരു അത്തറിൻ്റെ കുപ്പിയും പുറത്തെടുത്തു. അത്തറിൻ്റെ കുപ്പി തുറന്നുകൊണ്ട് ഒന്ന് മണത്ത് നോക്കി. അയാൾ സുഹ്റയുടെ അടുത്തേക്ക് നിന്നു. ബലമായി തൻ്റെ സുഹ്റയുടെ കൈകളിലും കഴുത്തിടുക്കിലും വസ്ത്രങ്ങളിലും തേച്ചു പിടിപ്പിച്ചു. അയാൾ സുഹ്റയെ ഒന്ന് മണത്ത് നോക്കി ആ ഗന്ധമൊന്ന് ആഞ്ഞു വലിച്ചു. കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഷാജഹാൻ സുഹ്റയുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. വീണ്ടും അവിടെ ഒന്ന് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അമർത്തി കടിച്ചു. അയാളുടെ പല്ലുകൾ അവിടെ ആയന്നു പോയപ്പോൾ വേദനയോടെ സുഹ്റ ഒന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ധൃതിയിൽ അയാൾ എടുത്തു വെച്ചത് കഴിക്കുന്നത് സുഹ്റ നോക്കി നിന്നു. പ്രായം കുറച്ചായില്ലേ, ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിലും ഒരു ബലത്തിന് വേണ്ടി കഴിക്കുന്നതാ. ഇവിടെ വന്നിരിക്ക്, കഴിച്ചോ. എനിക്കുണ്ടാവട്ടെ കുറച്ച് ആരോഗ്യം. ഇന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ കിടക്കേണ്ടതല്ലേ.
വേട്ടയാടാനുള്ള മൃഗത്തെ കണ്ടതുപോലെയുള്ള അയാളുടെ ചിരിയിൽ സുഹ്റയ്ക്ക് ഭയം തോന്നി. പെട്ടെന്ന് അവൾക്ക് അബ്ദുള്ളയെ ഓർമ്മ വന്നു. അയാൾക്കും ഇതുപോലെയുള്ള ചിരിയായിരുന്നു എന്ന് തോന്നി സുഹ്റയ്ക്ക്. ബലമായി തന്നെ സുഹ്റയെ അയാൾ കിടക്കയിലേക്ക് കിടത്തി. അയാളുടെ പുഞ്ചിരിക്ക് പകരമായി സുഹ്റയുടെ മുഖത്ത് ഒരു ഭാവവും വിരിഞ്ഞില്ല. ഒരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ തൻ്റെ ദേഹത്ത് നിന്നും വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിഞ്ഞു വീഴുന്നത് സുഹ്റ അറിഞ്ഞു. ഒരു അറവുമാടിനെ പോലെ സുഹ്റ അയാൾക്ക് മുമ്പിൽ കിടന്നുകൊടുത്തു, ഒരു വികാരവുമില്ലാതെ. അയാൾ വികാരത്തിൻ്റെ കൊടുമുടിയിൽ സുഹ്റയുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ ഭക്ഷണം കൊടുത്തതുപോലെ സുഹ്റയുടെ ശരീരത്തിലൂടെ അയാൾ ആർത്തിപൂണ്ട് നടന്നു. ഒരു പുരുഷൻ്റെ ആണത്തം ആദ്യമായി സുഹ്റയുടെ ശരീരത്തിലേക്ക് ഒരു കാരുണ്യമില്ലാതെ പ്രവേശിച്ചപ്പോൾ സുഹ്റ ഏങ്ങിപ്പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പ്രളയം പോലെ സുഹ്റയുടെ ശരീരത്തിൽ അയാൾ ഉഗ്രതാണ്ഡവമാടി. വീണ്ടും വീണ്ടും രാവ് പുലരുവോളം അയാൾ തൻ്റെ ശരീരത്തെ പ്രാപിക്കുന്നത് സുഹ്റ വേദനയോടെ അടഞ്ഞു പോകുന്ന കണ്ണുകൾക്കിടയിലും അറിഞ്ഞു. അയാൾക്ക് വിറ്റ ഒരു വസ്തു മുതലാക്കാതെ അയാൾ വിടില്ലെന്ന അറിവിൽ സുഹ്റ നിശബ്ദരായി. തനിക്ക് നഷ്ടപ്പെടാനുണ്ടായിരുന്ന ശരീരവും ഒരാനന്ദവും അറിയാതെ തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് അവൾ വേദന ഒളിപ്പിച്ച ചിരിയോടെ ഉൾക്കൊണ്ടു. നേരെ പുലർന്നതറിഞ്ഞുകൊണ്ട് വേദനയോടെ അയാളുടെ ശരീരത്തിൻ്റെ കീഴിൽ നിന്നും എണീറ്റ് മാറുമ്പോൾ അയാൾ അവളെ ഒന്ന് നോക്കി ചിരിച്ചു. ശരീരം പൊടിയുന്ന വേദനയിലും തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്ന് നിലത്തു നിന്ന് പെറുക്കിയെടുക്കുമ്പോൾ അവൾ ഏങ്ങിപ്പോയി. സുഹ്റ! പുറത്തേക്ക് വാതിൽ തുറന്ന് കാലുകൾ വലിച്ചു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അയാളുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അന്നെ കൂടെ കൂട്ടിയവന് ഒരു പൊട്ടനായിരുന്നു അല്ലേ? അന്നെ തൊട്ടിട്ടില്ല അല്ലേ? എന്തായാലും ഈ വയസ്സുകാലത്ത് ഉടയാത്തൊരു പെണ്ണിൻ്റെ ശരീരം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ്. അയാൾ ആർത്തിപൂണ്ട മൃഗത്തെ പോലെ പൊട്ടിച്ചിരിച്ചു. അത് കേട്ടതും അയാൾക്ക് മുന്നിൽ കിടന്നുകൊടുത്ത ശരീരത്തോട് അവൾക്ക് വെറുപ്പ് തോന്നി. വെള്ളം ശരീരത്തിലേക്ക് ചേർന്നപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ പല്ലും നഖങ്ങളും കൊണ്ട് മുറിവ് പറ്റാത്ത ഒരു ഭാഗം പോലും തൻ്റെ ശരീരത്തിലില്ലെന്ന് സുഹ്റയ്ക്ക് തോന്നി. ചുവന്നു കിടക്കുന്ന ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഒരുവിധം വേദനകളെല്ലാം സഹിച്ച് സുഹ്റ കുളിച്ചിറങ്ങി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. സുബഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഉമ്മയൊന്നും എണീറ്റില്ല. കുറച്ച് ദിവസമായുള്ള അലച്ചിലല്ലേ? ഇന്നലെ ഒരുപാട് സമയം കഴിഞ്ഞാണ് ഉറങ്ങിയതും. സുഹ്റ അടുക്കളയിൽ ചെന്ന് കലത്തിലെടുത്ത് വെച്ച് വെള്ളം കുറച്ച് എടുത്തു കുടിച്ചു. വറ്റിവരേണ്ട വായിലൂടെ കുറച്ച് വെള്ളം ചെന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം. പക്ഷേ ആ വെള്ളം വായിലേക്ക് എത്തിയപ്പോഴേക്കും സുഹ്റ കിതച്ചു പോയിരുന്നു. ചുണ്ടുകൾ മുറിഞ്ഞിരിക്കുന്നു. പല്ലുകൾ തട്ടി വായ്ക്കുള്ളിലും മുറിവാണ്. കുറച്ച് ചായ കുടിക്കാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷെ അത് ചെയ്യാൻ പോലും തനിക്ക് ആരോഗ്യമില്ല എന്ന് തോന്നി അവൾക്ക്. നിസ്കാരപ്പായയിലിരുന്ന് അവൾ ഒരുപാട് കരഞ്ഞു. അവൾക്ക് പ്രാർത്ഥിക്കാനോ പരാതി പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തു പറയാൻ, എന്ത് ചോദിക്കാൻ? എല്ലാം അറിയുന്നവനല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്കിനി നഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു ജീവിതമുണ്ടോ? ഷാജഹാൻ എന്ന ചക്രവ്യൂഹത്തിലല്ലേ ഇനി ഞാൻ? രാവിലെ എണീറ്റ് വന്ന ആമിനമ്മ കാണുന്നത് നിസ്കാരപ്പായയിൽ കിടന്നുറങ്ങുന്ന സുഹ്റയെയാണ്. അവളെ വിളിപ്പിച്ച് എണീപ്പിച്ച് അവളുടെ വിങ്ങി വീർത്ത മുഖത്തേക്ക് നോക്കിയതും ആമിനമ്മ അറിയാതെ തന്നെ ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവർ സുഹ്റയുടെ മുഖത്തും തലയിലും തലോടിക്കൊണ്ടിരുന്നു. വേദനയിൽ കുതിർന്ന ഒരു ചിരി ഉമ്മാക്ക് സമ്മാനിച്ചുകൊണ്ട് സുഹ്റ ഉമ്മയുടെ കൈ എടുത്തുമാറ്റി അവളുടെ റൂമിലേക്ക് നടന്നു. ആ ഉമ്മയുടെ തല കുനിഞ്ഞുപോയി. ഒരാഴ്ചക്കാലം ഷാജഹാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നെല്ലാം സുഹ്റയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അയാളുടെ പ്രവൃത്തികൾ സുഹ്റയ്ക്ക് ശീലമായി തുടങ്ങി. അല്ലെങ്കിൽ അവൾ അയാളുടെ പ്രവൃത്തികളുമായി പൊരുത്തപ്പെട്ടു. അല്ലാതെ തനിക്ക് മറ്റു മാർഗങ്ങളില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഭർത്താവാണ്, പൊരുത്തപ്പെട്ട് ജീവിച്ചേ പറ്റൂ. ഉമ്മാക്കും ഉപ്പാക്കും ഒരു ഭാരമാവാൻ കഴിയില്ല. അസീനയും ഭർത്താവും അതിനിടയിൽ വന്നുപോയി. അവളുടെ മുഖത്തുള്ള തെളിച്ചവും ചുവപ്പും കാണുമ്പോൾ തന്നെ അറിയാം അവൾക്ക് അമീറിൻ്റെ വീട്ടിൽ നല്ല സുഖമാണെന്ന്. അമീർ നല്ലൊരു ഭർത്താവാണെന്നും. ഷാജഹാൻ പോയതും സുഹ്റയ്ക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസമായിരുന്നു. ഇനി എന്നയാൾ വരുമെന്നറിയില്ല. ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആവശ്യമെന്ന് തോന്നുമ്പോൾ അന്ന് വരുമായിരിക്കും. ശരീരം കൊണ്ടല്ലാതെ മനസ്സുകൾ കൊണ്ട് സുഹ്റയും ഷാജഹാനും അടുത്തതേയില്ല. ഷാജഹാനെ ഓർക്കുമ്പോഴെല്ലാം സുഹ്റയ്ക്ക് ഓർമ്മ വരുന്നത് അയാളുടെ കാമവെറി പൂണ്ട മുഖം മാത്രമാണ്. സ്നേഹത്തോടെ ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല. ബാക്കി സമയങ്ങളിൽ കുത്തുവാക്കുകളും. താൻ ഏതൊരു വേശ്യയായിരുന്നു എന്ന ധാരണയുമായി വന്ന അയാൾക്ക് സ്വർഗം കിട്ടിയ പോലെയായിരുന്നു തൻ്റെ ശരീരമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. എന്നാലും എല്ലാവരെ പോലും അയാളും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറാതേയില്ല.
കല്യാണങ്ങളും ആരവങ്ങളും അടങ്ങിത്തുടങ്ങിയപ്പോൾ വീണ്ടും ലക്ഷങ്ങളുടെ കടം തലയ്ക്ക് മീതെ വന്നു ചേർന്നത് മജീദക്കയെയും ആമിനമ്മയും ഒരുപോലെ തളർത്തി. അവരെക്കാളേറെ സുഹ്റയെയും. നിസ്സഹായയായി നിൽക്കാനേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. ഷാജഹാന് ഒരിക്കലും അവൻ എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അവളുടെ സൗന്ദര്യം കുറഞ്ഞു പോകുമോ എന്ന് കരുതി മാത്രം. അയാൾ അറിയാതെ അടുത്തെവിടെയെങ്കിലും വീട്ടുജോലിക്കെങ്കിലും പോകാമെന്ന് കരുതിയാലും അവൾക്കുള്ള ചീത്തപ്പേര് കാരണം അത് മുടങ്ങി. ശരിക്കും ജോലിക്ക് പോകാൻ പറ്റാതെ കടങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചിരിക്കുന്ന ഉപ്പയെ കാണുമ്പോൾ സുഹ്റയ്ക്ക് വല്ലാത്ത നോവാണ്. ജീവിതം അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. ഉമ്മയുടെ പശുക്കളെ കറന്നും പുല്ലരിഞ്ഞും സുഹ്റ ആ ദൗത്യം ഏറ്റെടുത്തു. ഇടയ്ക്കിടെ വരുന്ന ഷാജഹാന്റെ സന്ദർശനങ്ങൾ മാത്രം സുഹ്റയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാൾ വരുന്നത് കാണുമ്പോഴേ അവൾക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങും. ഭക്ഷണം കഴിക്കാനും കുളിക്കാനും അല്ലാതെ അയാളുള്ള ദിവസങ്ങളിൽ അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അയാളും. സുഹ്റയുടെ ഉമ്മയും ഉപ്പയും പാവങ്ങളായതുകൊണ്ട് തങ്ങളുടെ മകളുടെ ഭർത്താവാണല്ലോ എന്ന് കരുതി അയാളുടെ ഇഷ്ടത്തിന് അവർ ആടുന്നത് കൊണ്ടും ആ അവസരങ്ങൾ ഷാജഹാൻ മുതലെടുത്തു. 4-5 ദിവസം അയാളുടെ വികാരങ്ങൾ തീർത്തുകൊണ്ട് ഷാജഹാൻ മടങ്ങുകയും ചെയ്തു. സുഹ്റയ്ക്ക് അവളോട് തന്നെ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. ശരീരം മാത്രം ഭോഗിക്കാൻ വരുന്ന അയാൾക്ക് മുന്നിൽ കിടന്നു കൊടുക്കുന്നത് ഓർത്തുകൊണ്ട് അവൾക്ക് വെറുപ്പ് തോന്നിയിരുന്നു. അയാൾ തന്നെ ഒരു വേശ്യ കണക്കെ മാത്രമാണ് കാണുന്നതെന്ന് സുഹ്റയ്ക്ക് അറിയാമായിരുന്നു. ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ സ്നേഹമുണ്ടാവും, പ്രണയമുണ്ടാവും. പക്ഷേ ഇവിടെ അയാൾക്ക് സുഹ്റയോടുള്ളത് വെറും കാമം മാത്രം. പതിവ് പോലെ പോകാനൊരുങ്ങി ഇറങ്ങിയപ്പോൾ ഷാജഹാൻ സുഹ്റയെ വിളിച്ചു. സുഹ്റ, നമുക്ക് ഇവിടെയൊക്കെ ആയി കഴിഞ്ഞാൽ മതിയോ? ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. വാടക വീടാണ്. എന്നാലും സാരില്ല. പറഞ്ഞു വന്നത് അതൊന്നുമല്ല. നിൻ്റെ കുറച്ച് സ്വർണം വേണം. 1 പവനൊക്കെ മതി ഇപ്പോൾ തൽക്കാലം. വാടക വീടിനോട് ചേർന്നൊരു കടയുണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ ഒരു സംഖ്യ ആവും. ഇപ്പോൾ തൽക്കാലം അത് മതി. ബാക്കി പിന്നെ. ആദ്യം അപേക്ഷ സ്വരത്തിലും പിന്നീട് അധികാര സ്വരത്തിലും സംസാരിക്കുന്ന അയാളെ സുഹ്റ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ഉപ്പയോട് ചോദിക്കണം. സുഹ്റ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഉപ്പയോട് എന്തിനു ചോദിക്കണം? നിന്നോട് പോലും ചോദിക്കണ്ട. എനിക്ക് സ്ത്രീധനം തന്ന മുതലല്ലേ, ഞാൻ എടുക്കും. അതിങ്ങോട്ട് എടുത്തുകൊണ്ടുവാ. അല്ലെങ്കിൽ ആ കയ്യിൽ കിടക്കുന്നത് മതി തൽക്കാലം. അയാൾ അധികാരത്തോടെ സുഹ്റയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വള ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഊരിയെടുത്തു. സുഹ്റയ്ക്ക് കണ്ണു നിറച്ച് അയാളെ നോക്കി ഇരിക്കാനേ പറ്റിയുള്ളൂ. മകൾക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ എന്ന് വലിയ സമാധാനമായി കരുതുന്ന ഉമ്മാക്കും ഉപ്പാക്കും അയാളുടെ പ്രവൃത്തികൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. മുഷിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അയാൾ വരാതായാലോ എന്നായിരുന്നു അവരുടെ ചിന്ത. പലതവണ ആചാര്യയുടെ ആളുകൾ വന്ന് പലിശ കൊടുക്കാത്തതിൽ ബഹളമുണ്ടാക്കി. അവധികൾ പറഞ്ഞുകൊണ്ട് അവർ മടങ്ങിപ്പോകുമ്പോഴും ഇനി എവിടെ നിന്ന് അത് കൊടുക്കുമെന്നൊരു മാർഗവും അവർക്ക് മുന്നിൽ തുറന്നു വന്നില്ല. ഷാജഹാൻ പോയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി. അന്ന് ആ വള കൊണ്ടുപോയതാണ്. പിന്നീട് ഒരു വിവരവുമില്ല. വരുമെന്ന് പ്രതീക്ഷിച്ച ദിവസങ്ങളെല്ലാം കഴിഞ്ഞുപോയി. സുഹ്റയ്ക്ക് അതൊരു തരത്തിൽ ആശ്വാസം തന്നെയായിരുന്നു. ഒരു തരത്തിൽ അത് ആശങ്കയും സൃഷ്ടിച്ചു. അസീനയും അമീറും വന്നു പോയപ്പോൾ അസീന ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അമീറിൻ്റെ വീട്ടുകാർക്ക് സുഹ്റയെ കെട്ടിച്ചു വിട്ടിട്ടും വീട്ടിൽ തന്നെ നിൽക്കുന്നതിൻ്റെ നീരസം. വാടക വീട് ഷാജഹാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും അമീറിൻ്റെ മുഖം ഒന്ന് അഴിഞ്ഞിട്ടുണ്ട്. സുഹ്റ രാവിലെ പശുവിനെ കറന്ന തൊടിയിലേക്ക് കെട്ടാൻ വേണ്ടി പോയതാണ്. പോയി കുറേ സമയമായിട്ടും കാണാനില്ലാത്തതിനാൽ ഉമ്മ ഒന്ന് ചെന്ന് നോക്കുമ്പോൾ തൊടിയിൽ വീണ് കൊടുക്കുന്ന സുഹ്റയാണ്. അല്ലാ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? എണീക്ക് കുട്ടിയെ. പഠിച്ചവനെ, എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? മോളെ സുഹ്റ, എണീക്ക്. ഉമ്മ ആകുലതയോടെ അവളെ വിളിച്ചുകൊണ്ടിരുന്നു. വെപ്രാളപ്പെട്ട് വീട്ടിലേക്കോടി. ഉപ്പയും കൂട്ടി വരുമ്പോൾ സുഹ്റ അവിടെ തന്നെ കിടക്കുകയാണ്. സുഹ്റയുടെ മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് അവൾ ഒന്ന് ഉണർന്നപ്പോൾ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് നടന്നു. തളർച്ചയോടെ കിടക്കുന്ന സുഹ്റയെ കണ്ടതും ഉമ്മാക്ക് പല സംശയങ്ങളുണ്ടായി. മോളെ സുഹ്റ, എനിക്ക് മാസക്കുള്ളി ഉണ്ടാകുന്ന ദിവസമായോ? അത് കഴിഞ്ഞു പോയോ? അത് തെറ്റിയിട്ട് ഇപ്പോൾ 1 ആഴ്ചക്ക് മുകളിലായുമ്മ എന്ന മറുപടിയിൽ അവർ സന്തോഷിക്കണോ വിഷമിക്കണോ എന്നറിയാതെ കേട്ടുനിന്നു. അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന മജീദക്കയും തളർച്ചയോടെ കിടക്കുന്ന സുഹ്റയെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. താൻ ഗർഭിണിയാണെന്ന വിവരം വിശ്വസിക്കാനോ തള്ളിക്കളയാനോ കഴിയാത്ത അവസ്ഥയിൽ സുഹ്റയിരുന്നു. ആശുപത്രിയിൽ പോയി മരുന്നും തളർച്ചയ്ക്കുള്ള ഗ്ലൂക്കോസും ഇട്ട് വീട്ടിൽ വന്ന് ചേർന്നിട്ടും സുഹ്റയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാത്തതുകൊണ്ട് സുഹ്റ പതിയെ മുറ്റത്തേക്കിറങ്ങി. തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചം മുറ്റത്ത് പരന്നു കിടപ്പുണ്ട്. ആ വെളിച്ചത്തിൽ തൻ്റെ നീലിനെ നോക്കി നിന്ന് സുഹ്റ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളുടെ കൈകൾ തൻ്റെ വയറിനെ മെല്ലെ തഴുകി. ഇപ്പോഴും വിശ്വാസം വരാത്തൊന്ന്. തൻ്റെ
വയറ്റിലും ഒരു കുഞ്ഞ്, പ്രണയമില്ലാതെ കാമം കൊണ്ട് മാത്രമുണ്ടായ കുഞ്ഞ്. പക്ഷെ അത്രയും സമയം സംഘർഷമായി ഉണ്ടായിരുന്ന മനസ്സിൽ ആ തലോടൽ സമ്മാനിച്ചത് ഒരു കുളിർമയാണ്. തൻ്റെ കുഞ്ഞ് ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാനാവുന്നത്. സന്തോഷത്തോടെ ആ കുഞ്ഞിനെയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് തരണമെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു ആ പെണ്ണിന്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഷാജഹാൻ അപ്രതീക്ഷിതമായാണ് കയറി വന്നത്. ഉമ്മറത്താരെയും കാണാത്തതുകൊണ്ട് തുറന്നിട്ടിരിക്കുന്ന വാതിലും കടന്നുകൊണ്ട് അയാൾ സുഹ്റയുടെ മുറിയിലെത്തി. ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന സുഹ്റയെ നോക്കി അയാൾ കുറച്ചു സമയം നിന്നു. ഷാജഹാൻ്റെ കണ്ണുകൾ സുഹ്റയുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. അവളെ ഒന്ന് വിളിക്കാൻ പോലും തയ്യാറാകാതെ സുഹ്റയെ അയാൾ വലിഞ്ഞു മുറുക്കി. അല്ലാഹ്! ഒരു അലർച്ചയോടെ സുഹ്റ പിടഞ്ഞെണീച്ചു. ഭയത്തോടെ നോക്കുമ്പോൾ തൻ്റെ അരികിൽ കിടക്കുന്ന ഷാജഹാനെ കണ്ടതും അവൾ നെറ്റി ചുളിച്ചു നോക്കി. ഭയം കൊണ്ട് അവളുടെ ഹൃദയം നന്നായി മിടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും സ്വന്തം കെട്ടിയനെ പോലും തിരിച്ചറിയില്ലടി. അയാളുടെ ആ ചോദ്യത്തിന് സുഹ്റയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. വേദന കൊണ്ട് പിടഞ്ഞ് നിങ്ങൾക്കിടയിൽ കിടക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ തിരിച്ചറിയാൻ പാകത്തിന് വേദനയല്ലാതെ മറ്റൊന്നും അടയാളമായി എന്നിൽ അവശേഷിക്കുന്നില്ല എന്ന് പറയാൻ അവൾ തുനിഞ്ഞില്ല. പതിയെ എണീറ്റുകൊണ്ട് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയ സുഹ്റയെ ഷാജഹാൻ പിടിച്ചു വെച്ചു. ചായ ഒന്നും വേണ്ട, ഈ ഇവിടെ ഇരിക്കും. ആ ചായയേക്കാൾ മധുരമുള്ളത് മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാ ചായ? ഇവിടെ ഇരിക്കും. അയാളുടെ വികാരം മൂത്തു നിൽക്കുന്ന മുഖം കണ്ടതും സുഹ്റയുടെ കൈകൾ അറിയാതെ തന്നെ അവളുടെ ഉദരത്തിലേക്ക് നീങ്ങി. ഇന്ന് ഷാജഹാന് മുമ്പിൽ ഞാൻ കീഴ്പ്പെട്ടാൽ വേരുറച്ചു തുടങ്ങിയിട്ടില്ലാത്ത തൻ്റെ കുഞ്ഞ് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തളർന്നു പോവും. ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടെന്നും വരാം. ആ ഓർമ്മയിൽ സുഹ്റയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. എന്താടി എനിക്കൊരു ആലോചന? എത്ര ദിവസമായെന്നറിയോ ഇത് ഞാൻ പിടിച്ചു വെക്കുന്നു? അയാളുടെ ഒറ്റ വരയിൽ സുഹ്റ കിടക്കയിലേക്ക് വീണു. അവളിലേക്ക് ചായാൻ തുടങ്ങിയ ഷാജഹാനെ സുഹ്റ ദയനീയമായി നോക്കി. ഞാൻ ഗർഭിണിയാണ്. ഒട്ടും ശബ്ദമില്ലാതെ സുഹ്റ അയാൾക്ക് മുന്നിൽ ദയനീയമായി പറഞ്ഞു. കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട പോലെ ഷാജഹാൻ സുഹ്റയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ തന്നെയാണോടി? ക്രൂരമായ ചോദ്യം ചോദിച്ചുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. സുഹ്റയ്ക്ക് അയാളുടെ അറപ്പും വെറുപ്പും തോന്നി. തൻ്റെ ശരീരം മുഴുവൻ കാർന്നു നിന്ന് കഴിഞ്ഞിട്ടാണല്ലോ അയാളുടെ ഈ വൃത്തികെട്ട ചോദ്യമെന്നോർത്തുകൊണ്ട് സുഹ്റയ്ക്ക് ദേഷ്യം വന്നു. അല്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെയല്ലേ വരുന്നത്. ഇപ്പോൾ വന്നു പോയിട്ടാണെങ്കിലും ഒരു മാസത്തിന് മുകളിലായി. എൻ്റെ ഗൾഫിലെ ബിസിനസ് ഇവിടെ തുടങ്ങിയോന്നറിയില്ലല്ലോ. സുഹ്റ അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ തൊലി ഇരിഞ്ഞു നിന്നു. അയാളുടെ വായിൽ നിന്നും വരുന്ന വൃത്തികേടിന് ഉത്തരം കൊടുക്കാൻ സുഹ്റയ്ക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഭർത്താവല്ലേ, പറയുന്നത് കേൾക്കുക എന്നല്ലാതെ മറുത്തൊന്നും പറയാൻ പാടില്ലല്ലോ. അതൊന്നും സാരില്ലെന്ന്. ഇങ്ങ് വന്ന് കുട്ടിയൊക്കെ അവിടെ കിടക്കട്ടെ. ഈ കാര്യത്തിനൊന്ന് തീരുമാനം ഉണ്ടാക്കിയുണ്ടോ? അത് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തത് 3 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അത് കഴിഞ്ഞ് നോക്കിയാൽ പോരെ. അയാൾ മടിച്ചാണ് അവൾ അത്രയും അയാൾക്ക് മുന്നിൽ പറഞ്ഞു നിർത്തിയത്. അയാളുടെ മുഖത്തേക്ക് നോക്കിയതും കാമം നിറഞ്ഞു നിന്നിരുന്ന മുഖത്ത് കണ്ടത് ദേഷ്യമാണ്. ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്ന കണ്ണുകളും മുഖവും കണ്ടപ്പോൾ സുഹ്റയ്ക്ക് ഭയം തോന്നി. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യൂടെ? വികാരം മുറ്റി നിൽക്കുന്ന അയാളുടെ ആണത്തും പുറത്തെടുത്തുകൊണ്ട് സുഹ്റയ്ക്ക് മുന്നിൽ അയാൾ ചീറി. അയാളുടെ ദേഷ്യം കണ്ട് സുഹ്റ ഒരോട് പിന്നിലേക്ക് മാറി. ഈ എന്തെങ്കിലും ചെയ്ത് ഇതിന് പ്രതിവിധി ഉണ്ടാക്കിത്താ, അല്ലാതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അയാൾ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ സുഹ്റയുടെ തല പിടിച്ച് താഴ്ത്തി അവളുടെ വായ്ക്കുള്ളിലേക്ക് ബലമായി തന്നെ കയറ്റിവെച്ചു. സുഹ്റ ശ്വാസം എടുക്കാനാവാതെ പിടഞ്ഞിട്ടും അയാൾ വിട്ടുകൊടുത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സുഹ്റയുടെ തല പിടിച്ചുകൊണ്ട് അയാൾ ചലിപ്പിക്കാൻ തുടങ്ങി. അയാൾ വികാരത്തിനായി സുഖിക്കുമ്പോൾ ഒരു പാവം പെണ്ണയാളുടെ തൊടയിടക്കിൽ കിടന്നുകൊണ്ട് ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. കണ്ണുകൾ മേൽപോട്ടായി താൻ ഇപ്പോൾ മരിച്ചു വീഴുമെന്ന് സുഹ്റ കണക്ക് കൂട്ടി. അയാളുടെ വികാരത്തെ സുഹ്റയുടെ വായ്ക്കുള്ളിലേക്ക് ഒഴുക്കിക്കളഞ്ഞതും അയാൾ കിടക്കയിലേക്ക് ആനന്ദത്തോടെ മലർന്നു വീണു. സുഹ്റ അടിവയറ്റിൽ നിന്നെന്തോ ഉരുണ്ടു മറിഞ്ഞു വരുന്നതറിഞ്ഞും വായ പൊത്തി പുറത്തേക്കോടി. ഛർദ്ദിച്ച് അത് മുഴുവൻ പുറന്തള്ളിയപ്പോഴേക്കും സുഹ്റ പറ്റിയ അവശയായിരുന്നു. ആ നിമിഷങ്ങൾ ഓർക്കും തോറും സുഹ്റ ഛർദ്ദിച്ചു കൊണ്ടേയിരുന്നു. ഛർദ്ദിച്ച അവശയായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ആ വായിലൂടെ കുടിക്കാൻ സുഹ്റ കൂട്ടാക്കിയില്ല. വെള്ളം എടുത്ത് എത്ര വൃത്തിയാക്കിയിട്ടും സുഹ്റയ്ക്ക് വൃത്തി തോന്നിയില്ല. ഇനിയും എന്തൊക്കെയോ അവിടെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഇതിപ്പോൾ പെട്ടെന്ന് എന്താ ഒരു ഛർദ്ദിയെന്ന് ആമിനമ്മ കരുതിയെങ്കിലും ഗർഭിണിയാവുമ്പോൾ ഇതൊക്കെ സാധാരണമാവുമെന്ന് കരുതി അവർ അത് വിട്ടുകളഞ്ഞു. എന്നാലും അവർക്കൊരു ആദിയുണ്ടായിരുന്നു. ഇങ്ങനെ ഇടതടവില്ലാതെ ഛർദ്ദിച്ചാൽ
വയറ്റിലെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ഒരു തുള്ളി വെള്ളം ഇറക്കാതെ സുഹ്റ പറ്റിയ അവശയായിരുന്നു. അവശതയോടെ മുറിയിൽ വന്ന് കിടക്കുമ്പോൾ ഷാജഹാൻ പോകാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ട് സുഹ്റ ഒന്ന് പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി ചിരിച്ചു. ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒരുപാട് സ്നേഹപ്രകടനങ്ങളൊന്നുമില്ലെങ്കിലും അയാളുടെ കുട്ടി എൻ്റെ വയറ്റിലുണ്ടല്ലോ എന്ന് കരുതി ഒരു പുഞ്ചിരിയെങ്കിലും തനിക്ക് നേരെ ഉണ്ടാവുമെന്ന് കരുതി. കുഴപ്പമൊന്നല്ലോ ഇല്ലല്ലോ എന്ന ചോദ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതി. ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാവാത്ത വിധം തന്നെ തളർത്തി കളഞ്ഞു അയാൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒന്നിനും പറ്റാത്ത കോലത്തിലല്ലേ ഈ നിൽക്കുന്നത്. ഞാൻ പോട്ടെ, ഛർദിയൊക്കെ മാറട്ടെ, എന്നിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ ഛർദിക്കാൻ എന്തിരിക്കുന്നു? ഇഷ്ടത്തോടാണെങ്കിലും ഒരു ഛർദി ഉണ്ടാവില്ല. അതെങ്ങനെ? എൻ്റെ കൂടെ കിടക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഓരോ ഒരുത്തനല്ലേ. ഈ മാലൊന്ന് തന്നാ, എനിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ട്, അതെങ്കിലും നടക്കട്ടെ. അയാളുടെ വൃത്തികെട്ട വാക്കുകൾക്ക് മറുപടി പറയണമെന്നുണ്ടായിരുന്നെങ്കിലും സുഹ്റ ഒന്നും മിണ്ടാതെ ആ അവശതയിലും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ധൃതിയോടെ ഊരി അയാൾക്ക് കൊടുത്തു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അയാൾ പോയിരുന്നെങ്കിൽ എന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. മാല കിട്ടിയതും യാത്ര പോലും പറയാതെ അയാൾ ആ വീടിൻ്റെ പടികൾ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിന്നു. എന്തിനെന്നറിയാതെ രണ്ടു തുള്ളി കണ്ണീർ ആ കാഴ്ച കണ്ട് അവളുടെ കണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.